ചാമ്പ്യൻസ് ലീഗിന്റെ കളിമുറ്റത്ത് കാൽപന്താരാധകരെ പിടിച്ചുലച്ച നാടകീയ മുഹൂർത്തങ്ങൾക്കായിരുന്നു ബെൻഫിക്ക റയൽ മാഡ്രിഡ് പോരാട്ടം സാക്ഷ്യം വഹിച്ചത്. മൗറിഞ്ഞോയുടെ വാക്കുകൾക്ക് പൂട്ടിയിട്ടുകൊണ്ട് അർബലാവയുടെ റയൽ മാഡ്രിഡ് തിരിച്ചു വരികയാണ്. വിനീഷ്യസിന്റെ ക്ലാസ് ഗോളിൽ ബെൻഫിക്ക പരാജയം നുണയുമ്പോൾ രണ്ടാം പദത്തിൽ തിരിച്ചടിക്കുമെന്നത് തന്നെയാണ് ബെൻഫിക്കയുടെ ലക്ഷ്യം. എന്നാൽ കളിയങ്ങ് ബെർണാബ്യൂവിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി വീർപ്പ് മുട്ടുമെന്ന കാര്യം തീർച്ചയാണ്. ലിസ്ബണിലെ സ്റ്റേഡിയത്തിൽ ബെൻഫിക്കയുടെ ടച്ചോടുകൂടെ തുടങ്ങിയ മത്സരത്തിൽ സുപ്രധാന നീക്കം വരുന്നത് റയലിന്റെ ഭാഗത്തു നിന്നാണ്. കമവിംഗ നൽകിയ പാസ് എംബാപ്പെ ബെൻഫിക്കയുടെ മുഖത്തേക്ക് വഴിതിരിച്ചു വിട്ടെങ്കിലും ലക്ഷ്യം കാണാൻ സാധിച്ചില്ലായിരുന്നു. ഗോൾ കീപ്പർ ട്രൂബിൻ അത് കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. പിന്നാലെ മത്സരത്തിന്റെ 18-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോൾ ശ്രമം നേരിയ വ്യത്യാസത്തിൽ വെളിയിലേക്ക് പോയതോടെ ആരാധകർ നിരാശയിലായി. ബെൻഫിക്കയുടെ പ്രധാന പരീക്ഷണം വരുന്നത് 23-ാം മിനിറ്റിലാണ്. ഹോയ്സൺ ക്ലിയർ ചെയ്ത ബോൾ ബെൻഫിക്ക താരത്തിന്റെ കാലുകളിലേക്ക്. ഒട്ടും വൈകാതെ തൊടുത്തുവിട്ട ഷോട്ട് വളരെ കൃത്യമായി കൊർട്ടോയ്സ് വരുതിയിലാക്കുന്നു. മൈതാന മധ്യത്തിൽ നിന്ന് പന്തുമായി ഇരച്ചുകയറിയ കമവിംഗ പ്രതിരോധ താരങ്ങളുടെ വിടവ് കൃത്യമായി മനസ്സിലാക്കി എംബാപ്പയിലേക്ക് പന്തെത്തിക്കുന്നു. ഒരു ചെറിയ മൂവിലൂടെ തൊടുത്ത ഷോട്ട് എംബാപ്പക്ക് തെറ്റി. വീണ്ടും ട്രൂബിൻ രക്ഷകനാവുകയാണ്. തൊട്ടു പിന്നാലെ ആർദ ഗുള്ളർ ഒരു ശ്രമം നടത്തിയെങ്കിലും ട്രൂബിന്റെ കൈ അവിടെയും വിലക്ക് ചാർത്തപ്പെടുകയാണ്. അതോടെ ഗോൾ രഹിതമായി ഇരു ടീമുകളും ഇടവേളക്ക് പിരിഞ്ഞു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റുകൾക്കകം സ്കോർ ബോർഡ് തെളിയുകയാണ്. എംബാപ്പ നൽകിയ പാസ് സ്വീകരിച്ചെടുത്ത ഷോട്ട് ചെന്ന് പതിച്ചത് ടോപ്പ് കോർണറിലേക്ക്. ലിസ്ബണിലെ ആ സ്റ്റേഡിയം ഒന്നടങ്കം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വിനി വല കുലുക്കുമ്പോൾ മത്സരത്തിന്റെ സമയം 50 മിനിറ്റ്. ഗോൾ നേടിയതിന് പിന്നാലെ കോർണർ ഫ്ലാഗിന് മുന്നിൽ വിനി നടത്തിയ നൃത്തച്ചുവടുകൾ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയായിരുന്നു. പിന്നാലെ ബെൻഫിക്ക താരങ്ങൾ പ്രക്ഷുബ്ധരാവുകയും അർജന്റീന താരം ജിയാൻലൂക്ക ക്രിസ്റ്റിയാനി ജെയ്സി കൊണ്ട് മുഖത്തിന്റെ പാതി മറച്ച് വിനീഷ്യസിനെതിരെ രൂക്ഷമായി വംശീയാധിക്ഷേപം നടത്തുകയും ചെയ്തതോടെ കാര്യങ്ങൾ വഷളാവുകയാണ്. അതേ തുടർന്ന് വിനി കാര്യങ്ങൾ റഫറിയോട് പറഞ്ഞ് പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്ത് മത്സരം 8 മിനിറ്റോളം നിർത്തിവെച്ചു. മത്സരശേഷം എംബാപ്പെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 5 തവണയാണ് അർജന്റീന താരം വിനിയെ കുരങ്ങനെന്നർത്ഥം വരുന്ന വാക്കുപയോഗിച്ച് വംശീയാധിക്ഷേപം നടത്തിയെന്ന്. ഈ സംഭവങ്ങൾക്ക് ശേഷം ഒന്നുകൂടെ ഉണർന്നു കളിക്കുന്ന വിനിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായി 2 തവണയാണ് താരം ബെൻഫിക്കക്ക് ഭീഷണി ഉയർത്തുന്നത്. റയൽ മാഡ്രിഡ് ബോക്സിനരികിൽ വെച്ച് ബെൻഫിക്ക ടീം ഫ്രീ കിക്ക് നേടിയതിന് തൊട്ടു പിന്നാലെ ബെൻഫിക്ക പരിശീലകൻ മൗറിഞ്ഞോ റെഡ് കാർഡ് കണ്ട് പുറത്താവുകയാണ്. ലഭിച്ച ഫ്രീ കിക്ക് വലയിലെത്തിക്കാൻ സാധിക്കാതെ ബെൻഫിക്ക സമനില നേടുക എന്ന മോഹവും അവിടെ അവസാനിക്കുകയാണ്. എതിരില്ലാത്തൊരു ഗോളിന് പ്ലേ ഓഫിലെ ആദ്യ പാദത്തിൽ ലോസ് ബ്ലാങ്കോസ് ആധിപത്യം ഉറപ്പിക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാർ നിലയുറപ്പിക്കുമോ? അതോ റയലിന് മേൽ വീണ്ടും ബെൻഫിക്ക മാജിക് ഉടലെടുക്കുമോ എന്നതിന്റെ ഉത്തരം തേടി സാന്റിയാഗോ ബെർണാബ്യൂവിൽ അരങ്ങേറുന്ന 2-ാം പാദത്തിനായി ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ്.